മോഹൻലാൽ ഡയറക്റ്റ് ചെയ്ത ബാറോസ് തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിൻ്റെ ആവറേജായി പോകാനുള്ള പ്രധാന കാരണം ഇതിൽ തീരെ ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യാത്ത ഒരു സ്ക്രിപ്റ്റാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ 75% വിദേശ താരങ്ങളും ആണ് അഭിനയിച്ചിട്ടുള്ളത്. ആ വിദേശ താരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡബ്ബിങ്, അതിൻ്റെ ലിപ്സിങ്ക് ഇതൊന്നും അത്ര സ്യൂട്ടബിൾ ആയിട്ടില്ല. അവരുടെ ആക്ടിങ്ങും അത്ര നന്നായിട്ടില്ല. മോഹൻലാലും ഇസ, പിന്നെ ആ വുഡു ഡോൾ, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിൽ ഇരിക്കുന്നതായിട്ടുള്ളൂ. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊന്നും അത്ര രസമായിട്ട് വന്നിട്ടില്ല. പിന്നെ പലരും പറയുന്നത് കേട്ടു ഇതിൻ്റെ ഡയലോഗ്സൊക്കെ നാടകീയമാണെന്ന്. ആക്ച്വലി ഇതൊരു ഫെയറി ടെയിൽ പോലത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഡയലോഗ്സ് നാടകീയമാകുന്നതിൽ അത്ര പ്രശ്നം തോന്നിയില്ല. തമ്പുരാൻ എന്ന് റെഫർ ചെയ്യുന്ന ആളും ബാറോസും തമ്മിലുള്ള ആ ഒരു സ്റ്റോറി ഒന്നും വലിയ കാര്യമായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല സിനിമയിൽ. ഒരു ആർട്ട് സിനിമയുടെ വേഗതയിലാണ് സിനിമ സഞ്ചരിക്കുന്നത്. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് അധികം ആഡ് ചെയ്യാത്ത ഒരു ആർട്ട് മൂവി പോലെയാണ് ശരിക്കും ഇത് ഫീൽ ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന രീതിയിലാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് 100% കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഡയലോഗ്സ് എഴുതി കാണിക്കുന്നത് വിദേശ ലാംഗ്വേജിലാണ്. 50% ഓഫ് ഡയലോഗ്സ് ഇത് എഴുതി കാണിക്കുന്നത്, മലയാളത്തിൽ എഴുതി കാണിക്കുന്നത് കുട്ടികൾ ചിലപ്പോൾ വായിക്കാൻ മെനക്കെട്ടൊന്നും വരില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ വിഷ്വലൈസേഷനാണ് പ്രധാനം. വിഷ്വൽസിലൂടെ കഥ പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് പകുതി കുറേ ഡയലോഗ്സ് ഒന്നും നമ്മൾ വായിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിലും കഥ മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കാണാം. തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു വിഷ്വലൈസേഷൻ ഉണ്ടായിട്ട് പോലും സിനിമ ആവറേജ് അനുഭവമായി പോകാനുള്ള കാരണം വളരെ ഫ്ലാറ്റായി പോകുന്ന സ്ക്രിപ്റ്റും പിന്നെ ഈ മൊഴിമാറ്റ സിനിമയിലെ പോലെയാണ് പല ഡയലോഗുകളും വിദേശ താരങ്ങളെ കൊണ്ട് പറയിക്കുന്നതും അവരുടെ ലിപ്സിങ്കും കാര്യങ്ങളെല്ലാം. അത് വളരെ നെഗറ്റീവ് അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് പറയാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ 3D 2D എന്ന് കൺവേർട്ട് ചെയ്തിട്ടുള്ള 3D അല്ല, അത് നേറ്റീവ് 3D ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് OTTക്ക് യാതൊരു സ്കോപ്പും ഇല്ല. സിനിമ കാണണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുന്നേ കാണണം. അത് കാണാൻ വർത്തുമാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നല്ലൊരു തിയേറ്റർ കാഴ്ച അനുഭവം ഈ സിനിമ നൽകുന്നുണ്ട്.